നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ പ്രയോജനം? മഞ്ജു എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അവളെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നതിനെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. അതിനുവേണ്ടി തന്നെ ഞാൻ വന്നത്. ഇന്നലെ ഈ വീട്ടിലേക്ക് നീ ഏതെങ്കിലും ഗുണ്ടകളെ കയറ്റിയിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? എന്ത് ഭ്രാന്താ നീ പറയുന്നേ? കൂടുതൽ വെളച്ചിലെടുത്താ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അന്ന് ഈ വീട്ടിൽ ഗുണ്ടകൾ കയറിയപ്പോ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത് നീയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വെറുതെ തോന്നിവാസം പറയരുത്. എനിക്കും ആ സംഭവമായി ഒരു ബന്ധവുമില്ല. നീ ശരിക്കും ആരെയെങ്കിലും വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. മഞ്ജുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചെങ്കിലും നീ ചിന്തിക്ക്. അമ്മ ഇവള് പറയുന്ന മണ്ടത്തരൊക്കെ വിശ്വസിച്ചോ? ഞാൻ ആരെയും വീട്ടിൽ കയറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണയും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മഞ്ജുവിനെ കാണാതെ പോയതിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഞാൻ ആരെയും വീട്ടിൽ കയറ്റിയിട്ടില്ല. വിശ്വസിക്കുന്നവര് വിശ്വസിച്ചാ മതി. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവളുടെ ചേച്ചി കണ്ടവന്മാരുടെ കൂടെ കറങ്ങാൻ പോയതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വീട്ടിൽ കിടന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രണ്ടിനെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നെ നിങ്ങൾ പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ മാധവന്റെ മക്കളാ. എനിക്കും എന്റെ ചേച്ചിക്കും സ്വന്തം കാര്യം നോക്കാൻ അറിയാം. ചേച്ചി പോയതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പൊ ചേച്ചിയെ എന്തെങ്കിലും തരത്തിൽ ഇവൾ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ